ഹലോ ഫ്രണ്ട്സ്, അക്ബർ അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. കേരള സെറ്റ് എക്സാം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. കഴിഞ്ഞ എക്സാമിന് നടന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ്ലി മാച്ച്ഡ് ദ പെയർ. ഓപ്ഷൻസ് എ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ. ഓപ്ഷൻ ബി, ഇന്ത്യൻ കൗൺസിൽ ആക്ട് 1909 റെസ്പോൺസിബിൾ ഗവൺമെൻറ്. ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പ്രൊവിൻഷ്യൽ ഓട്ടോണമി. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഡയാർക്കി ഇൻ സ്റ്റേറ്റ്സ്. ഇതിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന ജോഡി ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ എ, ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1892 പ്രിൻസിപ്പിൾ ഓഫ് ഇലക്ഷൻ. ഓരോന്നിൻ്റെയും കറക്റ്റായിട്ടുള്ള ആൻസർ നോക്കാം. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഓഫ് 1919 ആൾസോ നോൺ ആസ് ദി മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് ഇൻട്രൊഡ്യൂസ്ഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇൻ ഇന്ത്യ. 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, ഇതിൻ്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ്. ഈ ആക്റ്റാണ് റെസ്പോൺസിബിൾ ഗവൺമെൻറ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. The principle of provincial autonomy was introduced by the Government of India Act 1935. The Government of India Act of 1919, also known as the Montagu-Chelmsford Reforms, introduced the system of diarchy in provinces of British India. ഡയാർക്കി സിസ്റ്റം കൊണ്ടുവന്നതും അതുപോലെ റെസ്പോൺസിബിൾ ഗവൺമെൻറ്റും ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ്ഡ് ചെയ്ത ആക്റ്റാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919. ഇതിൻ്റെ മറ്റൊരു പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസും. മിൻഡോ മോർലി റിഫോംസ് എന്നറിയപ്പെടുന്നതാണ് 1909 ആക്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1909 ആൾസോ നോൺ ആസ് മിൻഡോ മോർലി റിഫോംസ്. The Government of India Act of 1919, also known as the Montagu-Chelmsford Reforms, introduced the principle of responsible government in India. The principle of provincial autonomy was introduced by the Government of India Act of 1935. The Government of India Act of 1919, also known as the Montagu-Chelmsford Reforms, introduced the system of diarchy in the provinces of British India. Next, match list first with list second. List first, CTBT, SALT 1, NPT, START 1. List second, 1991, 1968, 1972, 1986. Answer option A ആണ്. A4, B3, C2, D1. A4 CTBT 1986, B3 SALT 1 1972, C2 NPT 1968, D1 START 1 1991. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാത്രോൺ എക്സ്പെരിമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു ദി ഓപ്ഷൻസ് എ ക്ലാസിക്കൽ തിയറി, ബി സിസ്റ്റംസ് തിയറി, സി സയൻറ്റിഫിക് മാനേജ്മെൻറ്റും, ഡി ഹ്യൂമൻ റിലേഷൻസ് തിയറി. ഹാത്രോൺ എക്സ്പെരിമെൻറ്റ്സ് ആർ റിലേറ്റഡ് ടു, ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഹ്യൂമൻ റിലേഷൻസ് തിയറി. Next question, according to Lucian Pye, capacity means options A, ability to overcome the tensions, B, inability to manage tensions, C, egalitarian social order, D, ability to change people's taste. Answer option A ആണ്, ability to overcome the tensions. According to Lucian Pye, capacity means ability to overcome the tensions. The idea of democratic centralism was developed by V.I. Lenin. ലെനിൻ കൊണ്ടുവന്ന ഒരു ഐഡിയ ആണ് ഡെമോക്രാറ്റിക് സെൻട്രലിസം. ഇൻ വിച്ച് ഇയർ ദി പൂന പാക്ട് വാസ് സൈൻഡ്? 1932. ഹു ഡെവലപ്ഡ് ദി ഐഡിയ ഓഫ് എക്കണോമിക് സ്റ്റേറ്റ് അപ്പാരറ്റസ്? നിക്കോസ് പോളാൻസസ്. The idea of democratic centralism was developed by V.I. Lenin. In which year the Pune Pact was signed? 1932. Who developed the idea of economic state apparatus? Nikos Polantzis. Which among the following form a part of Ram Manohar Lohai's 4 pillars of state? Village, block, district, provinces. റാം മനോഹർ ലോഹ്യയുടെ 4 pillars of
സ്റ്റേറ്റിൽ ഉൾപ്പെടുന്നവ ഇവയിൽ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 ആൻഡ് 4. 2 ഇല്ല, ബാക്കിയെല്ലാം ഉണ്ട്. വില്ലേജ്, ഡിസ്ട്രിക്റ്റ്, പ്രോവിൻസസ്. റാം മനോഹർ ലോഹ്യാസ് 4 പില്ലേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 സെൻറ്റർ ഓർ യൂണിയൻ, പ്രോവിൻസ്, ഡിസ്ട്രിക്റ്റ്, വില്ലേജ്. അതിൽ ബ്ലോക്ക് ഉൾപ്പെടുന്നില്ല. എല്ലാം സിംഗ്വി കമ്മിറ്റി 1986 വാസ് അസോസിയേറ്റഡ് വിത്ത് പഞ്ചായത്തി രാജ്. ഇതിൻ്റെ ഇയറും ഏതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്നു, ഇത് നല്ലതുപോലെ പഠിച്ചു വെച്ചിരിക്കണം. കാരണം ഏതാ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാം സിംഗ്വി കമ്മിറ്റി 1986 വാസ് അസോസിയേറ്റഡ് വിത്ത് പഞ്ചായത്തി രാജ്. ഇതെല്ലാം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. മാച്ച് ലിസ്റ്റ് ഫസ്റ്റ് വിത്ത് ലിസ്റ്റ് സെക്കൻഡ്. ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, യൂണിഫോം സിവിൽ കോഡ്, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവും, റൈറ്റ് ടു വർക്കും. ആർട്ടിക്കിൾ 44, ആർട്ടിക്കിൾ 50, ആർട്ടിക്കിൾ 41, ആർട്ടിക്കിൾ 40. ആൻസർ A4, B1, C2, D3. A4 ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്, ആർട്ടിക്കിൾ 40. യൂണിഫോം സിവിൽ കോഡ്, ആർട്ടിക്കിൾ 44. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, ആർട്ടിക്കിൾ 50. റൈറ്റ് ടു വർക്ക്, ആർട്ടിക്കിൾ 41. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഓഫർ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ? ന്യൂസിലാൻഡ്. വിച്ച് വാസ് ദ ഫസ്റ്റ് കൺട്രി ടു ഓഫർ വോട്ടിംഗ് റൈറ്റ്സ് ടു ഓൾ വുമൺ? ന്യൂസിലാൻഡ്. ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് ആംനസ്റ്റി ഇന്റർനാഷണൽ? പീറ്റർ ബെനൻസൺ. Who is the founder of Amnesty International? Peter Benenson. Who delivered the 4 freedom speech? Answer Franklin D. Roosevelt. Who delivered the 4 freedom speech? Franklin D. Roosevelt. Match list first with list second. Philosophic calculus, Commonwealth, New Democracy, General Will. John Locke, Jeremy Bentham, J.J. Rousseau, Mao Zedong. Philosophic calculus A2 Jeremy Bentham. B1 Commonwealth John Locke. C4 New Democracy Mao Zedong. D3 General Will J.J. Rousseau. Dasholi Gram Swaraj Sangh DGSS is associated with Chipko movement. In which year the Arab Spring started? 2011. In which year the Bandung Conference was organized? 1955. In which year the Bandung Conference was organized? 1955. What was the subject matter of Article 4 of the French Constitution? Political parties. In which year the Kyoto Protocol was signed? 11th December 1997. In Canada, residual powers belongs to federal government. The term 14 points of peace is associated with Woodrow Wilson. In which year the Kyoto Protocol was signed? 11th December 1997. In Canada, residual powers belongs to federal government. The term 14 points of peace is associated with Woodrow Wilson. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.